ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആളുകളുടെ പരാതികൾ സ്വീകരിക്കും അവിടെ വെച്ച് തന്നെ, എന്നിട്ട് അതിന് സമയബന്ധിതമായ പരിഹാരം കാണും എന്നതൊക്കെയായിരുന്നു. പക്ഷേ പിന്നീട് അത് മുഖ്യമന്ത്രി തന്നെ തിരുത്തി, പരാതി സ്വീകരിക്കലല്ല ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. എന്തായാലും പരാതികൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നുണ്ട്, ആയിരക്കണക്കിന് പരാതികൾ ഓരോ ജില്ലയിലും ലഭിക്കുന്നുണ്ട്. ഈ പരാതിയിൽ എന്ത് പരിഹാരം ഉണ്ടാകുന്നു എന്നതിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചാൽ ആദ്യം കാസർഗോഡ് ജില്ലയിലായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ 14,704 പരാതികളാണ് ലഭിച്ചത്. ഒരു മാസം കഴിഞ്ഞു ഇത് തുടങ്ങിയിട്ട്. ഇപ്പോൾ അതിലാകെ പരിഹാരം കണ്ടത് 1370 എണ്ണം മാത്രമാണ്. എന്ന് വെച്ചാൽ 10% താഴെ മാത്രം. ജില്ലാതലത്തിൽ പരിഹരിക്കാൻ പരമാവധി ഒരു മാസം മാത്രം എടുക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഒരു മാസം കഴിഞ്ഞിട്ടും 10% താഴെ മാത്രം പരാതികളാണ് കാസർഗോഡ് ജില്ലയിൽ പരിഹരിച്ചത്. കണ്ണൂരിൽ 28,803 പരാതികൾ, അതിൽ 4,827, അതും 10% മാത്രമാണ് പരാതികൾക്ക് പരിഹാരം കാണുന്നുള്ളത്. പിന്നെ ഇത് സമയബന്ധിതമായി പരിഹാരം കാണുമെന്ന വാക്ക് പാഴ്വാക്കായി എന്ന് മാത്രമല്ല, ഇത് പരാതി സ്വീകരിക്കാനുള്ള ഒരു വേദിയല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ തിരുത്തി പറയുമ്പോൾ പിന്നെ എന്തായിരുന്നു ഈ പരാതി കൗണ്ടറുകൾ കൊണ്ട് ഈ നവകേരള സദസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാകാണ്. വെറുതെ ഇതിന് ആളെ കൂട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണോ ഈ പരാതി സ്വീകരിക്കുന്ന കൗണ്ടറുകൾ? ഇത് സമയബന്ധിതമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിൽ പരാതിയുമായി എത്തുന്നത്? സ്വാഭാവികമാണ്, മറ്റു പല സ്ഥലങ്ങളിൽ ഇവർ കയറി ഇറങ്ങിയതാണ്. വില്ലേജ് ഓഫീസ് മുതൽ മുകളിലോട്ട് പലയിടങ്ങളിലും പിടിപ്പുകേട് കൊണ്ടോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടോ ഇതുവരെ പരിഹരിച്ചു കിട്ടാത്ത പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ. അല്ലാതെ ഇപ്പം മോഹൻലാൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മോഹൻലാലിനെ കാണാൻ ആൾക്കാർ കൂടും. മമ്മൂട്ടി അതുപോലെ താരങ്ങൾ ആരെങ്കിലും വന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയോ ഈ മന്ത്രിമാരോ ഒന്നും താരങ്ങളല്ല. അവരെയും ഒരു സ്ഥലത്തെത്തിയാൽ അവരെയും കാണാൻ ആൾ കൂടും. ഒരു വിഭാഗം അതിന് വേണ്ടി വരും. ശരിയാണ്, ഈ പറഞ്ഞ പോലെ ശരിയാണ്. ചിലപ്പോൾ സോണിയാഗാന്ധി പ്രസംഗിക്കാൻ വന്നാൽ എല്ലാവരും വന്ന് കൂടും. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വന്നാൽ എല്ലാവരും കൂടും. പിണറായി വിജയൻ വന്നാലും ആൾ കൂടും. അങ്ങനെയും ഉണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. ആദ്യം പറഞ്ഞ ഞാൻ ഭാഗികമായി ഞാൻ പിൻവലിക്കുന്നു. ഇവർ താരങ്ങളല്ല എന്നുള്ളത്. പക്ഷേ അത്തരം താരങ്ങളല്ലല്ലോ ഇവർ. മോഹൻലാലിനെ മമ്മൂട്ടിയെ പോലെ അങ്ങനെ കാണുന്നത് പോലെ അല്ലല്ലോ. ഇവിടെ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നത്, മന്ത്രിമാരെ ആൾക്കാർ കാണാൻ വരുന്നത് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി. കാരണം അവരിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതിനു വേണ്ടിയാണ് അവരിൽ അങ്ങനെയുള്ള ഉത്തരവാദിത്വം കൂടിയല്ല, അവരിൽ ആ ഉത്തരവാദിത്വം മാത്രമാണുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണല്ലോ. നമ്മളിൽ നിന്ന് ഇവരാരും ഈ പൊട്ടിമുളച്ച് ഈ ഇന്ന ആൾ മുഖ്യമന്ത്രിയായി എക്കാലവും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്നൊന്നുമല്ലല്ലോ. ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നതല്ലേ. ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി വരുന്നതാണല്ലോ. സ്വാഭാവികമായിട്ടും അവരുടെ ഉത്തരവാദിത്തമാണത്. ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റാത്തത് കൊണ്ട്, ഫലപ്രദമായി കൃത്യമായി നിറവേറ്റാത്തത് കൊണ്ടാണ് പരാതികൾ കുമിഞ്ഞുകൂടുന്നത്. സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇനി നിങ്ങളുടെ പരാതി വാങ്ങിക്കാനല്ല ഞങ്ങൾ വന്നത്, ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ കേൾപ്പിക്കാനാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാലും ജനം അതല്ല പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ എതിർപ്പുള്ള യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ KSUവോ പ്രതിപക്ഷ സംഘടനകൾ ധാരാളം ഉണ്ടാവും. അവരുടെ പ്രതിഷേധവും എതിർപ്പുകളും നേരിടേണ്ടി വരും. അതും സ്വാഭാവികമാണ്. പക്ഷേ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതൊരു പുതിയ കാര്യമല്ല. കരിങ്കൊടി കാണിക്കുന്നത് ഈ മന്ത്രിമാരായിരിക്കുന്ന നേതാക്കളെല്ലാം തന്നെ ഇതുപോലുള്ള സമരങ്ങളൊക്കെ നടത്തി തന്നെയാണ് ഈ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ബിനോയ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊന്നും ഇവരെ കാണാൻ വേണ്ടി വെറുതെ കാണാൻ വേണ്ടി വരുന്നതല്ല. അങ്ങനെ കാണാൻ പോകുന്നുണ്ടായിരിക്കാം. കാരണം കഴിഞ്ഞ ദിവസം മിഠായി തെരുവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ചെന്നപ്പോഴും എന്ത് ആൾക്കൂട്ടമായിരുന്നു. ഗവർണറുടെ കേസിൽ ഗവർണർ ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവിടെ പരിഹാരം ഉണ്ടാക്കുമെന്നല്ല. അതെ, അദ്ദേഹത്തെ കാണാൻ പിന്നെ കോഴിക്കോടിനെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു സ്നേഹം അവർ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു രസകരമായിട്ട് അതിനെ എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അതുപോലെയല്ല മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ ഈ ആൾക്കൂട്ടം. അവരവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ പറയാനാണ്, അല്ലെങ്കിൽ കാലങ്ങളായി ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കാത്തൊരു കാര്യം ഇവിടെയെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയിലാണ് എത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.